കൃഷിദീപത്തിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴും പന്നിയാങ്കുറിശ്ശിയുടെ തണുപ്പിലാണ് നിൽക്കുന്നത്. ഉസ്മാനിക്കാട് ഫാമിൽ തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? പോത്തിനെക്കുറിച്ചും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ യൂട്യൂബിലാണെങ്കിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ കുളം കാണിച്ചു. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ കോഴികളാണ്. ഉസ്മാൻക എന്ത് പറയണു? ഈ കോഴികൾ എന്താണ് ഇങ്ങനെ ഒരു വെറൈറ്റി കൂടാണല്ലോ ഇത്? അത് വെറൈറ്റി കൂടാതെ ഞാൻ മുയൽ വളർത്തിയിരുന്നു ആദ്യം. മുയൽ കൃഷി നല്ല ലാഭമായിരുന്നു ആദ്യം. അപ്പൊ മുയൽ കൃഷി വളർത്തി എല്ലാവരും മുയൽ വളർത്തലാണ്. മുയൽ വളർത്ത് അപ്പൊ പിന്നെ മുയലാർക്കും വേണ്ടാണ്ടേ നമ്മുടെ ലോക്കായി. എത്ര മുയൽ ഉണ്ടായിരുന്നു? മുയൽ 50-55 ഉണ്ടായിരുന്നു. 55 മുയൽ ഇത്ര ചെറിയ കൂട്ടിലാണ്. അത് വേറെ 2-3 കൂടുണ്ടായിരുന്നു, ഒഴിവാക്കിയായിരുന്നു. വേറെ ഞാനാണ് മുയൽ വളർത്തുന്നത്, വേറെ സ്ഥലം ഉണ്ടായിരുന്നു, ഒഴിവാക്കി. ഇവിടെ മുയൽ വളർത്തലില്ലാണ്ടായപ്പോ ഇവിടെ കുഞ്ഞുങ്ങളെ വിരിപ്പിക്കണ കൂടുണ്ടായിരുന്നു, കോഴി കുഞ്ഞുങ്ങളെ. അത് വിരിപ്പിച്ച് കുട്ടികളെ അതിലിടും. കുട്ടികൾ വലുതാവുമ്പോ ഷിഫ്റ്റ് ചെയ്യും. പിന്നെ കുറെ പുറത്ത് വിൽക്കലുണ്ടായിരുന്നു. പിന്നെ ആ ബിസിനസ് നിർത്തി, അത് ഒഴിവാക്കി. ഒക്കെ ഈ ആളുകൾ ഓരോർക്ക് ഇത് വരുമ്പോ അപ്പൊ അത് വേറെ ആളുകൾ വന്നു ആരെങ്കിലും ഒന്നിലും ഒരു സക്സസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അയാൾക്കും ഉണ്ടാവില്ല, ബാക്കിയുള്ളവരും ഉണ്ടാവില്ല. അല്ല, അത് നമുക്കിപ്പോ അത് താല്പര്യം. കൃഷി ചെയ്യുന്ന ഏത് ആളുകൾ കാണുമ്പോൾ നമുക്ക്. എന്നിട്ട് ഈ മുയലൊക്കെ എന്താ ചെയ്ത് നമ്മള്? മുയൽ കുറെ വിറ്റ് ഒഴിവാക്കി. പിന്നെ ഇപ്പൊ നമ്മളിവിടെ കുറെ ആളുകൾക്ക് കശാപ്പ് ചെയ്യാൻ ഇവിടെ കൊടുത്തു. ഇവിടെ നമ്മള് ചുട്ടു നിന്നാ നമുക്ക് കഴിക്കാൻ നമ്മള് കഴിച്ചിട്ടുണ്ട്. ശരി. നമുക്ക് ഇന്നത് നമ്മൾ വളർത്തുന്ന സാധനം നമ്മൾ കഴിക്കൂലെന്നുള്ളതൊന്നും നമ്മൾ വളർത്തുന്ന നമ്മൾ തന്നെ കഴിക്കണം. അപ്പോഴല്ല നമുക്ക് ജനങ്ങൾക്ക് ഒരു പ്രചോദനം. മറ്റേ നമ്മള് കഴിക്കണേ, നമ്മള് വളർത്തുന്ന നമ്മൾ കഴിക്കാണ്ടാകുമ്പോ ആളുകൾ അതെന്താവും തിന്നാത്ത ചോദ്യം വരും. കച്ചവടത്തിന് മാത്രമാണ് കച്ചവടം. നമ്മള് വളർത്തുന്നത് നമ്മൾ കഴിക്കണം. അപ്പോഴാണ് ആളുകൾക്കും ഇതിലൊരു ഉത്സാഹം ഉണ്ടാവുള്ളൂ. ഇതിലിപ്പോ ഇതിപ്പോ നമ്മുടെ സാധാരണ നാടൻ കോഴികൾ മാത്രം വളർത്തും. നാടൻ കോഴികളാണ്, അല്ലാതെ വേറെ വെറൈറ്റികളൊന്നും ഇവിടെ വളർത്തുന്നില്ല. കാരണം അത് വിറ്റിട്ട് പോകില്ല. അത് വെറൈറ്റികളൊക്കെ ഒരു സീസൺ വരെ പോകുള്ളൂ. നാടനാകുമ്പോ എപ്പോഴും മാർക്കറ്റ് ഉണ്ടാവും. അത് ശരി. ഇതിലിപ്പോ എത്ര കോഴികളുണ്ട്? ഇതിലിപ്പോ 8 ഉണ്ട്. ഇതില് 8ഓളം കോഴികൾ കുട്ടികളുണ്ട്. പിന്നെ വലിയ കൂടുതൽ കുട്ടികൾ അവിടെയാണ് വലിയ കൂട് അല്ലേ? ഇവിടെ അതിന് വേണ്ടിട്ട് ഇതിനോട് ചേർന്നിട്ടല്ലേ? ചേർന്നിട്ട്, അതെ, തൊഴുത്തിനോട് ചേർന്നിട്ട്. ഇത് പുറത്ത് ചാടുമോ? ഇല്ല, പുറത്ത് ചാടില്ല. പുറത്ത് ചാടുന്നതിനാണ് നമ്മള് അരി ഉണ്ടല്ലേ? വാ, ആഹാ, കൊറേ ഇതുകളുണ്ടല്ലേ? ഇവിടെ 200 കോഴികളുണ്ടായിരുന്നു. ഇപ്പൊ ഞാന് ഒഴിവാക്കിയതാണ് കുറെ. ഇപ്പൊ ഇതിലെത്ര ഉണ്ട്? ഇതിലിപ്പോ 10-50 ഉണ്ട്. 50 കോഴികളിപ്പോ നമ്മുടെ അടുത്ത്. ആ കോഴി മുട്ട ഉണ്ടല്ലോ? കോഴി മുട്ട ഉണ്ട്, നാടൻ കോഴി. ഇവിടെ അതാ കിടക്കണു കോഴിമുട്ട. ഇവിടെ ആളുകൾ വന്ന് കോഴിമുട്ട, നാടൻ കോഴിമുട്ട നമ്മളെ വിൽക്കുള്ളൂ. അത് ശരി. ഇവിടെ അപ്പൊ എത്ര രൂപയായിട്ട് നമ്മൾ കൊടുക്കുന്നത്? നാടൻ കോഴിമുട്ട 10 രൂപയായിട്ട്. ഒരു കോഴിമുട്ട 10 രൂപ. 10 രൂപയായിട്ട് കൊടുക്കും. മാർക്കറ്റിൽ ശരിക്കും എത്രയാണ്? മാർക്കറ്റിൽ 12 ഉണ്ട്. പക്ഷെ നമ്മള് 10 രൂപയായിട്ട് കൊടുക്കും. അത് ശരി, അത് ശരി. വില നോക്കിയിട്ട് ഒന്നിനും നമ്മൾ എന്താക്കാൻ പാടില്ല. വേണ്ടോ? നല്ല ഉശിരം പൂവനല്ലേ? പൂവൻ കോഴി. ഇതൊക്കെ നമ്മുടെ സാധാരണ നാടൻ അല്ലേ? സാധാരണ ക്രോസ് ആണ് വരുന്നത്. ക്രോസ് ആണ് അല്ലേ? അതാണ് നാടൻ വരുന്നത്. അത് ഒറിജിനൽ നാടനാണ്. ഏതാണ്? ആ വെള്ളയൊക്കെ അല്ലേ? ഈ കോഴികളൊക്കെ നാടൻ. ഇത് വെറൈറ്റി ആണ്. ഇത് ഷിയാബിനെ കണ്ടില്ലേ? അവന്റെ വീട്ടിൽ നിന്ന് കോഴിമുട്ട വെച്ചിട്ട് അവിടെ വിരിപ്പിച്ചതാണ്. അങ്ങനെ വിരിച്ചുണ്ടായ കുട്ടിയാണ്. അതിന് കാലിലൊരു അതൊരു പ്രത്യേകത. അവനോട് ചോദിക്കണം അതിന്റെ വെറൈറ്റി എന്താന്ന് അവനോട്. അതിന്റെ ചേവല് ബന്ധത്തുണ്ടോന്നു. അതെ അല്ലേ? ബ്രഹ്മ അല്ലേ? ഈ കറുത്ത കോഴി ഉണ്ടല്ലോ, അതിനെന്തെങ്കിലും അത് പക്ക നാടനാണോ? ഇതിലും ഒക്കെ പക്ക നാടനാണ്. ഇതിലും കരിങ്കോഴി അല്ലേ? കരിങ്കോഴി ക്രോസ് ആണ്. ക്രോസുകളല്ലേ? ഇത് ഗിരിരാജന്. ഗിരിരാജ. ഇത് ഗിരിരാജന്. അത് ബ്രഹ്മഭാവം പറഞ്ഞ. ബാക്കിയുള്ളതൊക്കെ നാടൻ ഒറിജിനലാണ്. അതെ, അത് ശരി. അപ്പൊ ഇവിടെ മൊത്തത്തിൽ ഇതിന്റെ ഒരു സംഗതികള് കറങ്ങിട്ടുണ്ടല്ലേ? അടിയൊക്കെ ഉണ്ടല്ലേ? ഇവര് പുറത്തൊന്നും പോവില്ല? പുറത്ത് വിടാറുണ്ടായിരുന്നു. ഇപ്പൊ ഈ പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് ഉണ്ടാവട്ടെ, അതൊക്കെ അവർ കൊത്തി തിന്നും. അവിടെ തക്കാളി തൈ ഉണ്ട് കുറച്ച്. അപ്പൊ അതൊക്കെ ഇവര് വേഗം പച്ച കണ്ടാ പേര് കൊത്തും. പുല്ലാണെങ്കിൽ ഇപ്പൊ അവരെ കൊത്തി നമുക്ക് കുഴപ്പമില്ല. പച്ചക്കറികൾ കൊത്തണേന് ആ സംഗതി നശിച്ചു. ഒരാളെ പേര് കെട്ടിട്ട് എന്താണെന്നറിയോ? രണ്ടാളെ നല്ല കൊത്തും. തൽക്കാലം ഓനെ കെട്ടിട്ട് ഒറിജിനൽ നാടൻ എന്ന് പറഞ്ഞത്. ഓനെ കെട്ടിട്ട് തൽക്കാലം ക്ലിയർ ആകാൻ വേണ്ടിട്ട് ആ നാടന്റെ ഉശിര് കാണിക്കുന്നുണ്ട്. ആള് ഇവരെ ഈ പൂവനകളെ കൊത്തല്ലേ? കൊത്തുന്നത്. അത് ശരി. ഇവർക്ക് നമ്മൾ എന്തൊക്കെയാണ് ഫുഡായിട്ട് കൊടുക്കുന്നത്? ഫുഡ് അരി കൊടുക്കും, പിന്നെ കോഴിത്തീറ്റ കൊടുക്കും, പിന്നെ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ കൊത്തി നുറുക്കി കൊടുക്കും. അത് തിന്നും. തണ്ണിമത്തന്റെ തോടുണ്ടല്ലോ, അത് ചെറുതായിട്ട് നുറുക്കും. നുറുക്കിട്ട് അത് വെച്ചു കൊടുത്താൽ അത് തിന്നും. പിന്നെ ഇവിടെ ഒരു വള്ളി ഉണ്ട്. ഇപ്പൊ വെയിലുമുള്ള ഒരു വള്ളി നമ്മൾ അന്ന് കണ്ടിട്ടുണ്ട്. ആ വള്ളി ഇതുമ്പോ കെട്ടി തൂക്കി കൊടുത്താൽ ആ വള്ളി ഫുള്ള് കൊത്തി കഴിച്ച് ഇല
തേച്ച് ബാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരു നമ്മള് എന്താ വെറ്റിലയുടെ ഒക്കെ വള്ളി പോലെ അങ്ങനെ വള്ളി. ഇത് നമ്മൾ കോഴീനെ പുറത്ത് കൊടുക്കാറുണ്ടോ? കോഴിനെ പുറത്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് കൊടുക്കാൻ നിർത്തിക്കാണ്. ഉണ്ടായത് 200 കളമൊന്നും വിറ്റിരുന്നു. ഇപ്പൊ കുട്ടികൾ വിരിപ്പിക്കേണ്ട മിഷൻ കേടായതുകൊണ്ട് അത് നേരാക്കാൻ ഇവിടെ ആർക്കും അറിയില്ല. അതുകൊണ്ട് അങ്ങനെ ഇട്ട് നേരാക്കുകയാണെങ്കിലും കുട്ടികളെ കൊടുക്കാം. ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. കോഴിമുട്ട ഒരു ദിവസം എത്ര കിട്ടാൻ സാധ്യത ഉണ്ട്? ആദ്യം 50 60 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 10 ഒക്കെ ഉണ്ടാവുള്ളൂ. അത് 10 ഡെയിലി ചെലവാകും. ഇവിടെ ആളുകൾ വന്നിട്ട് ഇവിടെ തന്നെ പെണ്ണുങ്ങൾക്ക് വിളിച്ചും വൈഫിനെ വിളിച്ചിട്ട് വിളിച്ച് ചോദിക്കും. ബിസിനസ് ഒക്കെ വൈഫാണ് കോർഡിനേറ്റ് ചെയ്യണത്, ബിസിനസ് മാനേജ് ചെയ്യും അല്ലേ? അങ്ങനെയൊക്കെയാണ് കഥകള്. ഇപ്പൊ ഈ കവുങ്ങിലേക്ക് വരുമ്പോ നമുക്ക് ഈ മുട്ട എവിടെയെങ്കിലും വെച്ചോളൂ. മുട്ട വെക്കാം. ഇവിടെ ഇനിയിപ്പോ നമുക്ക് ഫസ്റ്റ് നോട്ടത്തിൽ നമ്മൾ സ്പ്രിംഗ്ലറൊക്കെ അടുത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നു. കവുങ്ങിന്റെ തോട്ടാണ് അല്ലേ? 2 സൈഡിലും കവുങ്ങാണ് അല്ലേ? എത്ര കവുങ്ങുകളുണ്ട് നമുക്ക്? 700ഓളം കവുങ്ങുണ്ടല്ലേ? ഏതാ നമ്മുടെ എന്നെ ഏതാണത്? മോഹിനർ, മംഗളുണ്ട്, നാടനും ഉണ്ട്. ബെറ്റർ നാടനും മോഹിനറുമാണ്. ഈ സൈസിലൊക്കെ പിന്നെ മോഹിനറിന്റെ വലിയ കവുങ്ങ് അവിടെ ഉണ്ട്. അതിന്റെ തൈ ഇവിടെ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട്. എത്ര രൂപക്ക് നമ്മള് അതേതാണ്? അതായിരിക്കണത് അല്ലേ? അതായത് ഇവിടെ ഇത് അത്രയും തൈകളുണ്ട്. അത് ആളുകൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോവാം. നല്ല ഇത് നാടനാണോ? മോഹിനറാണ്. ഇത് നമ്മൾ തന്നെ ഇവിടുന്ന് ഉണ്ടാക്കുന്നതാണ് അല്ലേ ഈ സംഗതി? എത്ര രൂപയായിട്ടാ ഷാബ് ഇതിനെ കൊടുക്കണ്? 30 രൂപയായിട്ട്. ഇപ്പൊ ഇവിടെ നല്ല ഉറുമ്പാണ്. അപ്പൊ അതുകൊണ്ട് അധികം റിസ്ക് എടുക്കാൻ വയ്യ. വേണ്ടവര് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് നമ്പർ കൊടുക്കാം അല്ലേ? അത്രേ പറ്റുള്ളൂ ഇപ്പൊ. അപ്പൊ അവിടെ അടക്ക കുറെ നമ്മള് ഉണക്കാനായിട്ട് ഇതിന് കുറെ വലിപ്പം എത്താതായ പോലെ എനിക്ക്. എന്താണ് നമ്മള് അടക്ക അറിയാണ്ട് വാങ്ങുന്ന കേട്ടിട്ടില്ലേ? നമ്മള് തൈ പുറത്തുനിന്ന് വാങ്ങിയ തൈ കുറച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മളിപ്പോ ഇവിടെ നമ്മളെന്നെ ഇവിടെ ഇതിൽ വെച്ച് പിടിച്ചതൊക്കെ നമ്മൾ തന്നെ പാവുണ്ടാക്കി അടക്ക വെക്കാണ്. നമ്മള് പിന്നെ പുറത്തുനിന്നൊക്കെ മേടിക്കണേ നഴ്സറികളിലൊക്കെ അവരടക്ക പറയും നല്ല അടക്കയത്. പക്ഷെ അവരും അടക്ക കണ്ടിട്ടുണ്ടാവില്ല. ഇത് സംഗതി ഫ്ലോപ്പ് തന്നെയല്ലേ? അവര് അടക്ക കണ്ടിട്ടുണ്ടാവില്ല, കഴിഞ്ഞ് കണ്ടിട്ടുണ്ടാവില്ല, അടക്ക അവര് കണ്ടിട്ടുണ്ടാവില്ല. നമ്മള് കഴിഞ്ഞ് അറിഞ്ഞ അടക്ക പറിച്ചു വെച്ചാല് ആ അടക്കയുടെ കായ വേറെ അറിയാൻ കഴിയും. എല്ലാരും എന്ത് ചെയ്യും? തെയ്യ് കൊണ്ടുപോയിക്കോളെ പറയുള്ളൂ. പക്ഷെ തെയ്യ് കഴിഞ്ഞിനെ കണ്ടിട്ട് അടക്ക മേടിക്കണം, കഴിഞ്ഞ തെയ്യ് മേടിക്കണം. അപ്പോഴേ നമുക്ക് ഇത് 2ാം നമ്പറിൽ പോകും. 2ാം നമ്പറിൽ പോവില്ല. അത് ശരി. ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വീഴണ സംഗതികളാ അല്ലേ? ഇതിന്റെ ഇടയില് എവിടെയാണ് നമ്മൾ ഉണക്കിയിട്ടാണോ കൊടുക്കാറ്? ഉണക്കി പൊളിച്ചിട്ട് കൊടുക്കാറ് അല്ലേ? അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ നമുക്ക് എത്ര രൂപക്ക് കിട്ടാറുണ്ട്? എത്ര രൂപ വരെ കിട്ടാറുണ്ട്? ഇതിലിപ്പോ 85-90 രൂപ വെക്കുന്നുണ്ട്. 90,000 കടക്കപ്പ ഈ വർഷം ഈ ഇതൊന്നും അവിടെ വെച്ചില്ല. 90,000 കടക്ക പ്രാവശ്യം വിറ്റിട്ടുണ്ട്. ബാക്കി അടക്ക നമ്മൾ ഉണങ്ങാനുള്ള അടക്ക അവിടെ വെക്കണം. എന്താ വെച്ചാൽ നമുക്ക് അടുത്ത വർഷത്തേക്ക് പഴടക്കായിട്ട് വിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അടക്കക്ക് മാർക്കറ്റ് കുറഞ്ഞു. 260, 240 ഒക്കെ. ഇതുപോലെ തന്നെയാണ് ഈ അടക്കക്ക് വില കൂടിയ സമയത്ത് എല്ലാവരും അടക്കയിലേക്ക് പോയി അല്ലേ? പോയി. അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര കൂളാണ് കേട്ടോ. ചീര ഒരുപാടുണ്ടല്ലോ ഇതിന്റെ ഇടയിൽ. ചീര കാട്ടുചീരയാണ്. നമുക്ക് തോരൻ വെക്കാൻ പറ്റില്ല. തോരൻ വെക്കുന്ന ആളുകളുണ്ട്. അത് ശരി. വേറെ ഉണ്ടല്ലേ? അത് ശരി. നമുക്ക് എത്ര കവുങ്ങൾ ഉണ്ടാവും ഏകദേശം? 750 കവുങ്ങ് തന്നെ ഉള്ളു ഇവിടെ. 750 അല്ലേ? ഈ പുതിയ കവുങ്ങ് വെച്ചിട്ട് വേണം. അതിനപ്പോ അടക്ക പാവിട്ടുള്ളത്. നമ്മൾ തന്നെ പാവി നമ്മൾ തന്നെ വെക്കും. അത് ശരി. പുറത്തേക്കല്ലേ? ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു കെട്ടാൻ? ഇവിടെ ഇത് നമ്മളെ ബൗണ്ടറി ഇതാണ്. ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ പാട്ടത്തിന്. ഇത് നമ്മൾ പാട്ടത്തിനെടുത്ത സ്ഥലമാണ്. പാട്ടത്തിന് വാഴ. ഇതാണ് നമ്മുടെ വാഴ അല്ലേ? ഇതിൽ നല്ല നനവ് വന്നിട്ടുണ്ട്. ഇപ്പൊ രാവിലെ നനച്ചാവണം. ഇത് 2 ദിവസം മുന്നേ നനച്ചാണ്. 2 ദിവസം നനച്ച് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഓണത്തിനുള്ള സംഗതികളാണോ? ഇത് ഓണത്തിനുള്ള വാഴയാണ്. ഇതൊക്കെ ഏതാണ് ഇനം സാധാ പിന്നെ മേട്ടുപ്പാളയം വാഴയാണ്. മേട്ടുപ്പാളയം വാഴ അല്ലേ? ഇത് എവിടുന്നാണ് ഇതിന്റെ കന്നൊക്കെ നമ്മൾ കൊണ്ടു? ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഞങ്ങൾ മണ്ണാർക്കാട് നിന്ന് കരിമ്പായെന്ന് കൊടുത്താ. കരിമ്പുഴന്ന് നമ്മളില് പറിച്ചു വെച്ചു നോക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 1200ഓളം വാഴ വെച്ചതാ. അപ്പൊ ഇപ്രാവശ്യം വാഴക്കൊക്കെ മാർക്കറ്റ് കുറവായിരുന്നു. അത് ശരി. ഇവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതൊക്കെ വെള്ളം പോവാനുള്ള ഗ്യാപ്പ് അല്ലേ? എത്ര വാഴകളുണ്ട് ഇപ്പൊ? ഇതില് 350 വാഴ ഉണ്ട്. 350 വാഴകള്. അപ്പോ അടുത്ത ഇനിയിപ്പോ എത്ര മാസം ഉണ്ട് ഓണത്തിന്? ഇനി 5 മാസം ഉണ്ട് ഓണത്തിന്. 5 മാസത്തോളം ഉണ്ട്. ഇതുമാതിരി കണ്ടോ വെള്ളം ഇതുമാതിരി അടിച്ചു. വെള്ളം നിൽക്കുന്നുണ്ടല്ലേ വെള്ളം? പക്ഷെ അത് ചില സ്ഥലത്ത് പറ്റിപ്പോ അടിച്ച് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരി.
ഇത് നമ്മൾ കുളത്തുനിന്ന് തന്നെയാണ് ഇതിന് അത് കുളത്തുനിന്നായിരിക്കണേ വെള്ളം അല്ലേ? അത് ശരി. ഇതിന് വെള്ളം ഡെയിലി എന്ന് പറഞ്ഞ പോലെ അടിക്കണം? 1.5 ദിവസം കൂടുമ്പോൾ അടിക്കും. അപ്പോഴെങ്ങനെ വെള്ളം ഇതിന് പുതിലുണ്ടാവുള്ളൂ. അപ്പോഴാണ് കുറച്ച് ഇതിന് നല്ല ഈർപ്പം നിന്നാലാണ് വാഴ നന്നാവുള്ളൂ. അതിപ്പോ ഈ ആദ്യം വേനൽ ചൂടിനും വാഴ ഇങ്ങനെ നിലനിന്ന് പോണത്. ഇതിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മളെ നനയുടെ പവറാണ്. അതെ അതെ. പിന്നെ അതുപോലെ 2-3 ആൾക്കാർ ഇപ്പൊ നമ്മളെ സുഹൃത്ത് ഞങ്ങൾ 2-3 ആൾക്കാർ ഇതിനായിട്ട് മെനക്കെട്ട് നിൽക്കുക. അതെ അതെ അതെ. ഞങ്ങളിതിങ്ങനെ പിന്നെ തളരാൻ പാടില്ലല്ലോ. അതെ അതെ, തളർന്നാ കഴിഞ്ഞു. ഇത് ചീര നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭാവിയതാണ്, ഉണ്ടാക്കിയതാണ്. ഇവിടെ ശരിക്ക് ഞാൻ പറയുമ്പോ ഈ ഗ്യാപ്പിലൊക്കെ ഇത് ഉണ്ടാക്കാലോ, ഇഷ്ടം പോലെ അതിനൊക്കെ നമ്മള് സമയം. അല്ല ചീര അല്ല ഇപ്പൊ ഏതായാലും നനക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ഇടയിൽ കൂടി വേണമെങ്കിൽ ഏത് ചീര കുറവാവും അല്ലേ? ഇവിടെ എന്തൊരു കുളം ഉണ്ടോ അവിടെ? അവിടെ ചെറിയൊരു കുളം ഉണ്ട്. അത് നമ്മുടെ എത്തിയുള്ളതാണ്. അത് ശരി. അതിന് വെള്ളം എടുക്കാറുണ്ട് ആരെങ്കിലും? വെള്ളം ഞങ്ങൾ ഉപയോഗിച്ചത് കുറച്ച്. ഇവിടെ എനിക്ക് തോന്നുന്നു പൊതുവെ ഒരു വെള്ളം ഉള്ള ഒരു സ്ഥലമാണ്. ഇങ്ങോട്ട് ആ ഒരു ഇതൊന്ന് കാണിച്ചു കൊടുത്ത് ഇവർക്ക് ഈ ഒരു ഏരിയയുടെ ഒരു ഐഡിയ കിട്ടും. ഇത് കണ്ടോ, നല്ല രസമായിട്ടുള്ള. അതിൻ്റെ ഇടയ്ക്ക് റബ്ബറും ഉണ്ട് തോന്നുന്നു അല്ലേ? മേലെ റബ്ബർ, വേറെ സ്ഥലം റബ്ബർ ഉണ്ട് അല്ലേ? നെല്ല് നമുക്ക് നെല്ലിലേക്ക് വരാം. ഇത് രണ്ടും നമ്മുടെ അല്ലേ? ഞാൻ മാക്സിമം തണലത്ത് നിന്നിട്ട് നെല്ല് പറഞ്ഞു. നല്ല വെയിലാണ് ശരിക്കും. നെല്ലിൽക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്, നല്ല വെയിലാണ്. ഇതാണ് നമ്മുടെ അല്ലേ? ഇതൊരു ഇപ്പൊ അപൂർവ കാഴ്ചയാണ് അല്ലെ ഈ ഒരു സമയത്ത് നെല്ല് എന്ന് പറയണത്. ഇതിപ്പോ നമുക്ക് എത്ര ഏരിയയിലുണ്ട് നെല്ല്? 1 ഏക്കർ 20 സെന്റ്. 1 ഏക്കർ 20 സെന്റില് നമുക്കുണ്ട്. ഇതിന് നമുക്ക് എത്ര നെല്ല് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്? നമ്മള് പ്രതീക്ഷിക്കണൊക്കെ ശരിക്കും 1 ഏക്കർ 20 സെന്റിൽ ശരിക്കും 2.5 ടൺ നെല്ലൊക്കെ വരണം. 2.5 ടൺ നെല്ല് വരണം. ഏക്കറക്ക് 2 ടൺ 2.5 ടണ്ണൊക്കെയാണ് കണക്ക്. അങ്ങനെ ആകുമ്പോ 1.25 പിന്നെ 2.5 ടണ്ണിന്റെ അടുത്ത് വരേണ്ടതാണ്. വിളയുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു കുട്ടി സൈസ് ആണത്. ഇത് ജ്യോതി. ഈ സമയത്ത് ആരും കൂടുതൽ ജ്യോതി നല്ല നെല്ലല്ലേ? വെയിറ്റ് ഒക്കെ നെല്ലാണ് അല്ലേ? എന്താണ് അങ്ങനെ കാര്യം ചെയ്യാത്ത? എന്താ പുതിയ ഉത്സവമാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഏതാണ് പറഞ്ഞ ജ്യോതി അല്ലേ? ഈ ഇതിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാ? ഇത് ഇപ്പൊ ആരും കൃഷി ചെയ്യാത്തൊരു ഇനം നെല്ലാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഇത് ഒഴിവാക്കാൻ കാരണം? അല്ല, ഇപ്പൊ പുതിയ വിത്തുകൾ വന്നപ്പോ പഴയത് ചെയ്യണവരുണ്ട്, ഇഷ്ടംമാതിരി ആളുകൾ കൃഷി ചെയ്യണുണ്ട്. ഇതിപ്പോ 3-ാം വിളയാണ് പുഞ്ചകൃഷി അറിയാം. 3-ാം വിള. 3-ാം വിള. 2 വിള കഴിഞ്ഞ് ഇപ്പൊ അപ്പുറമൊക്കെ കൊഴുത്ത് കഴിഞ്ഞു. ഇതിപ്പോ നമ്മള് പുഞ്ചായിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാക്കാനുള്ളൊരു തോന്നല് അല്ല, അങ്ങോട്ട് നമ്മളൊന്ന് ചെയ്തു നോക്കിയതാണ്. വെള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വൈക്കോലിന് ആവശ്യമുണ്ട്. സൈസ് വളരെ കുറവായിട്ടുള്ള വരുന്നത്. ഇത് ഇത്ര കതിര് അത്യാവശ്യത്തിലധികം വെയിറ്റ് ഉണ്ട് അല്ലേ? അതൊക്കെ ഇതിന് 3 മാസത്തെ മൂപ്പുള്ളതാണ്. ഇതിപ്പോ എത്ര ഇപ്പൊ വെച്ചിട്ട് 3 മാസമായി ആവണോ? ഇപ്പൊ ഈ പുഞ്ചകൃഷി ചെയ്യുമ്പോ 10 ദിവസം മൂപ്പ് കൂടും. മറ്റേ സാധാരണ ഇതിലാണെങ്കിൽ 10 ദിവസം കമ്മിയാ വരുള്ളൂ. ഇപ്പൊ ഇത് നമ്മൾ ഈ വെള്ളം അടിച്ചിട്ടൊക്കെ ഉള്ള ഇതാവുകൊണ്ട് മഴ പെയ്യാത്ത സാഹചര്യം ആയതുകൊണ്ട് ഇതിന് 10 ദിവസം മൂപ്പ് വരും അല്ലേ? ഇനി നമുക്കിതിപ്പോ എന്നാണ് ഇപ്പൊ കൊയ്യാനാവുക? ഒരു 10 ദിവസം കൊണ്ട് കൊഴിയാറായില്ലേ? അപ്പൊ ഇനി നമ്മള് ഇത് കൊയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് എവിടെയാണ് കൊണ്ടുപോയി കൊടുക്കാറുള്ളത്? വിൽക്കാറാണോ അതോ? അല്ല, നമ്മള് സപ്ലൈകോക്ക് കൊടുക്കാറാണ്. നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കും. ബാക്കിയുള്ളത് സപ്ലൈകോ. ഇത് ശരിക്കും നമ്മുടെ ചോറ് തിന്നണ അരിയാണ്. മട്ടരിയാണല്ലേ? ഇത് മട്ടയാണ്. നല്ലതാണ്, ചോറിന് ബെസ്റ്റ്. നമ്മുടെ പാലക്കാടൻ മട്ട എന്നൊക്കെ പറയുന്ന സാധനം ഇതാണ്. ഇതിന് നമ്മൾ എന്തൊക്കെ വളങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഇതിന് കാര്യമായിട്ട് ഞങ്ങൾ ഇതിൽ വാഴ വെച്ചിരുന്ന കണ്ടാണ്. അപ്പൊ അത് കാരണം വല്ലാതെ ഇതിന്റെ ആവശ്യം ഇതിൽ വന്നിട്ടില്ല അല്ലേ? കാര്യമായിട്ട് അസുഖങ്ങൾ കേടുകളൊന്നും വരാതെ കിട്ടി. നമുക്ക് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. കാര്യമായിട്ട് വളം ചെയ്യേണ്ടി മരുന്ന് അടിക്കേണ്ടെന്ന് ആവശ്യം വന്നിട്ടില്ല. ഇല്ല. എന്തായാലും ഇപ്പൊ ഇത് മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2-3 കുടുംബത്തിലധികം ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അതും നല്ല സമാധാനത്തോടെ, ഭയങ്കര ശാന്തല്ലേ? ടെൻഷനോ പ്രഷറോ ഒപ്പിടാനില്ല. അത് ചെയ്തിട്ടില്ല, ആ ഫയലില്ല, ഒരു ടെൻഷൻ. ഇപ്പൊ റിയാദിലുണ്ടാവില്ല. റിയാദിൽ എന്തായിരുന്നു ജോലി? കമ്പനിയിൽ ഒരു സുഖവും സമാധാനവും ഇല്ലാത്ത പണിയാവും അല്ലേ? അപ്പൊ അതിനൊക്കെ വ്യത്യാസമായിട്ട് ഇറച്ചി വെട്ടാണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും ഭയങ്കര സമാധാനമായിട്ടുള്ളതാണ്. ഈ കൃഷിദീപം എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ നമ്മളെപ്പോലെ പല തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്തിരുന്ന ആളുകളാണ് ഇപ്പോൾ ഇവരെ ഷിഹാബ് ഖാനെയും ഉസ്മാൻ ഖാനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു തോന്നലാണ്, പെട്ടെന്നൊരു തോന്നലിൻ്റെ ഭാഗമായിട്ട് ഒരു ശാന്തമായിട്ടുള്ള ജീവിതത്തിലേക്ക് അങ്ങോട്ട് എടുത്ത് ചാടുകയാണ്.
ആ എടുത്ത് ചാടൽ പലപ്പോഴും സക്സസ് ആണ്. വളരെ ചുരുങ്ങിയ ആളുകളാണ് അതിൽ ഫെയിലിയർ ആവുന്നത്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളും ഉണ്ടാവും അത്തരത്തിലുള്ള ഫെയിലിയർ, അത് പഠിക്കുക. പക്ഷേ ഇതിലും ശാന്തി കൊടുക്കുന്ന, ഇതിൽ ശാന്തി നൽകുന്ന മറ്റൊരു ജോലി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളിപ്പോൾ ഏകദേശം 1-2 വർഷങ്ങളായി കൃഷിദീപവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ ആളുകളൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവരനുഭവിക്കുന്ന ആ ഒരു ശാന്തത, ഒരു മെഡിറ്റേഷനും കൊടുക്കാൻ പറ്റാത്ത ശാന്തത. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുക, പ്രചോദിപ്പിക്കുക എന്നാണ് ഈ ഒരു അധ്യായം കൊണ്ട്, കൃഷിദീപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃഷിദീപത്തിൻ്റെ കർഷക കാഴ്ചകൾ ഈ ആഴ്ചയോടെ അവസാനിക്കുകയല്ല, അത് തുടരുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കൃഷിദീപ കാഴ്ചയുമായിട്ട്, മറ്റൊരു കർഷകനുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.